ഈ വർഷം മരുന്ന് മേടിക്കേണ്ടതിന് 1015 കോടിയാണ് കൊടുക്കേണ്ടത്, അതിന് 356 കോടിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷവും ഈ വർഷവും തന്നെ മരുന്ന് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് 1100 കോടി രൂപ ഗവൺമെൻറ് കൊടുക്കാനുണ്ട്. പിന്നെ എങ്ങനെയാണ് മരുന്ന് സപ്ലൈ ചെയ്യണം? അപ്പം മരുന്ന് സപ്ലൈ ചെയ്യണ കമ്പനികളൊന്നും പ്രോപ്പറായി മരുന്ന് സപ്ലൈ ചെയ്യുന്നില്ല. സർജിക്കൽ എക്യുപ്മെൻറ്റ്സ് കൊടുക്കുന്നില്ല, ആശുപത്രി പഞ്ഞി കൊടുക്കുന്നില്ല, നൂല് കൊടുക്കുന്നില്ല. ഇപ്പോൾ രോഗികളെല്ലാം നൂലും സർജിക്കൽ എക്യുപ്മെൻസും ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ തുന്നാൻ വേണ്ടിയിട്ടുള്ള സൂചിയും നൂലും ഒക്കെ മേടിച്ചുകൊണ്ട് ആശുപത്രിയിലേക്ക് പോകേണ്ട സ്ഥിതിയിലേക്കാണ്. അതാണ് ഞാൻ പറയുന്നത്, ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. പകർച്ചവ്യാധികൾ വ്യാപകമായുണ്ട്. ഇതൊന്നും തടയാനുള്ള യാതൊരു ശ്രമവും നടത്തുന്നില്ല. PR വർക്ക് മാത്രമാണ് ആരോഗ്യവകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. നല്ല PR ആണ്. ചോദിച്ചു കഴിഞ്ഞാൽ 15 കൊല്ലം മുമ്പുള്ള കാര്യം പറയും. 15 കൊല്ലം മുമ്പുള്ള സർക്കാർ ആശുപത്രിയിലെ പേഷ്യൻസിൻ്റെയും ഇപ്പോഴത്തെ എന്നാൽ പിന്നെ 25 കൊല്ലത്തെ കൂട്ടും. 25 കൊല്ലം എന്തുകൊണ്ടാണ് സർക്കാർ ആശുപത്രിയെ കൂടുതൽ ആളുകൾ ആകർഷിക്കുന്നത്? സ്വകാര്യ ആശുപത്രിയിലെ ചെലവ് ഭീകരമാണ്, വലിയ എക്സ്പെൻസീവാണ്. അപ്പം ഒരു മിഡിൽ ക്ലാസ്സിൽപ്പെട്ട മധ്യവർഗത്തിൽപ്പെട്ട ഒരാൾക്ക് പോലും ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് ആളുകൾ കൂടുതൽ വരുന്നത്. പാവപ്പെട്ടവരും അല്ലാത്തവരും ഇടത്തരക്കാരും എല്ലാം സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നത്. വലിയ പണച്ചെലവാണ് മറ്റ് സ്വകാര്യ ആശുപത്രികൾ. അതുകൊണ്ടാണ് ഇവിടെയുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണ്ടേ. ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, ഗവൺമെൻറ്റിൻ്റെ മുൻഗണന എന്താണ്? ഇത് ഈ ആളുകൾക്ക് പാവങ്ങൾക്ക് മരുന്ന് മേടിച്ച് കൊടുക്കലല്ലേ? പുറത്തേക്ക് മരുന്ന് എഴുതി കൊടുത്ത് ആയിരക്കണക്കിന് രൂപയുടെ മരുന്ന് പുറത്തുനിന്ന് മേടിക്കാൻ പറ്റാത്ത പാവങ്ങൾ എന്ത് ചെയ്യും? പിന്നെ എന്തിനാ സർക്കാർ ആശുപത്രി, മെഡിക്കൽ കോളേജൊക്കെ? അല്ലാതെ അത് പേടിപ്പിക്കരുത്. അത് സത്യം തുറന്നു പറഞ്ഞവരെ ഭയപ്പെടുത്തരുത്. ഒരു ഭീഷണിയുടെ സ്വരമുണ്ട്, മുഖ്യമന്ത്രിയുടെ സ്വരത്തിലുണ്ട്, MP ഗോവിന്ദൻ്റെ വർത്തമാനത്തിലുണ്ട്. അത് വേണ്ട, അത് ശരിയല്ല. ഈ തുടക്കത്തിൽ ഇതിനെ പോസിറ്റീവായി കാണുന്ന പ്രതീതി ഉണ്ടാക്കി പിന്നീട് ഈ വിമർശന സിസ്റ്റം ഓണാവുകയും ചെയ്തുകൊണ്ട് അല്ലല്ല, ഡോക്ടറെ വലിയ ചേർത്ത് പിടിക്കുന്നത് പോലെ കാണിച്ച് ഡോക്ടർ പറഞ്ഞ വിഷയത്തെ നിരാകരിക്കാനും ഇല്ല എന്ന് സമർത്ഥിക്കാനാണ് ശ്രമിക്കുന്നത്. കേരളത്തിന് പണ്ട് മുതലൊക്കെ നല്ല പേരൊക്കെ ഉണ്ടായിരുന്നു. ആ നല്ല പേരാണ് ഇപ്പോൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാണ് ഞാൻ പറഞ്ഞത്, ആരോഗ്യ കേരളം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ പറയുന്നതല്ലല്ലോ, ഈ ഡോക്ടർ ഹാരിസ് പറഞ്ഞിട്ടാണോ ഞങ്ങൾ പറയുന്നത്? ഞങ്ങൾ 2021 മുതൽ കോവിഡ് കഴിഞ്ഞതിന് ശേഷം വളരെ ഗൗരവത്തോടു കൂടി കേരളത്തിലെ ആരോഗ്യ രംഗത്തെ പ്രശ്നങ്ങൾ നിരന്തരമായി സഭയിലും പുറത്തു ഉന്നയിക്കുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാണെന്നാണ് ഡോക്ടർ ഹാരിസിൻ്റെ വെളിപ്പെടുത്തലിലൂടെ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അടിവരയിട്ടിരിക്കുക. നിങ്ങൾ അതിനു മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ എന്താ ചെയ്തിരുന്നതെന്ന് അന്വേഷിക്കുക. ആ ഡിപ്പാർട്ട്മെൻറ്റിൽ അദ്ദേഹം PF നിന്ന് ലോൺ എടുത്തിട്ട് സർജിക്കൽ എക്യുപ്മെൻറ്റ് വാങ്ങിച്ച ഡോക്ടർ ഈ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു. സ്വന്തം PF നിന്ന് ലോൺ എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ സർജിക്കൽ എക്യുപ്മെൻറ്റ് വാങ്ങിച്ച ഡോക്ടർ ഈ മെഡിക്കൽ കോളേജിലുണ്ട്. എല്ലാവരും ഉണ്ട്. അപ്പം മരുന്ന് ക്ഷാമം ഇപ്പോഴും സമ്മതിക്കില്ല മന്ത്രി. അപ്പോൾ 15 കൊല്ലം 20 കൊല്ലം മുമ്പുള്ള കാര്യങ്ങൾ പറയുകയാണ്. ആ കണക്കല്ല ഞങ്ങൾക്ക് കേൾക്കേണ്ടത്, ഇപ്പോഴത്തെ കണക്കാണ് ഞങ്ങൾ അറിയേണ്ടത്. പിന്നെ ഈ ഉമ്മൻചാണ്ടിയുടെ കാലത്തായിട്ട് കമ്പയർ ചെയ്യാൻ പോയ അന്ന് കാരുണ്യ പദ്ധതി ഉണ്ടായിരുന്നു, ആരോഗ്യ സുരക്ഷാ പദ്ധതി ഉണ്ടായിരുന്നു, കാരുണ്യ ബെനവലൻ്റ് പദ്ധതി ഉണ്ടായിരുന്നു, ഹൃദ്യം പദ്ധതി ഉണ്ടായിരുന്നു, JSSK ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പം ഇല്ല. കാരുണ്യ കാർഡിൻ്റെ പൈസ ഗവൺമെൻറ് അല്ല കൊടുക്കുന്നത്, അത് HDCയിൽ നിന്നാണ് കൊടുക്കുന്നത്, ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് കമ്മിറ്റിയിൽ നിന്നാണ് കൊടുക്കുന്നത്. ആ ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് കമ്മിറ്റിയിൽ ഈ കാശ് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഏത് സാധനം മേടിക്കാനുള്ള പണം അവിടെ ഉണ്ടാകുമായിരുന്നു, ഏത് എക്യുപ്മെൻറ്റും മേടിക്കാൻ അത്യാവശ്യത്തിന് ചിലവഴിക്കാനുള്ള പണം ഉണ്ടാകുമായിരുന്നു. അതൊന്നുമില്ല. പിന്നെ സർക്കാരിന് മരുന്ന് മേടിക്കാൻ സ്വകാര്യ ആശുപത്രി പോലെ പറ്റില്ല എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. കാരണം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ്റെ ഫോർമാറ്റ് അതാണ്. ഒരു ആശുപത്രിയിലേക്ക് ഒരു PH സെൻറ്റർ തൊട്ട് മെഡിക്കൽ കോളേജ് വരെയുള്ള ഇൻറ്റൻ്റാണ് കൊടുക്കുന്നത്. അടുത്ത വർഷത്തേക്കുള്ള മരുന്നിൻ്റെ ആവശ്യത്തിൻ്റെ ഇൻറ്റൻറ്റ് കൊടുത്ത് അതെല്ലാം കൂടി കളക്ട് ചെയ്തിട്ടാണ് ടെൻഡർ വെച്ച് മരുന്ന് വാങ്ങിക്കുന്നത്. ആ മരുന്ന് സപ്ലൈ എല്ലാ ആഴ്ചയും സപ്ലൈ ചെയ്യുന്നവരുണ്ടാവും, എല്ലാ മാസവും ചെയ്യുന്നതുണ്ടാവും, ഒരു കൊല്ലത്തേക്ക് ഒരുമിച്ച് കൊടുക്കുന്നുണ്ടാവും, പലതും ഉണ്ടാവും. അത് മരുന്നിൻ്റെ നേച്ചർ അനുസരിച്ചിട്ടാണ്. അപ്പോൾ സർക്കാർ ആശുപത്രിയിൽ മരുന്ന് മേടിക്കാനുള്ള നടപടിക്രമങ്ങളിലൊന്നും ഒരു കുഴപ്പമില്ല. ഇത്ര നാൾ ഒരുപാട് നാൾ കുഴപ്പമില്ലാതെ നന്നായി പോയല്ലോ. ഇപ്പം എങ്ങനെ കുഴപ്പം വന്ന്? ഇപ്പം കുഴപ്പിച്ചാണ്. അതാണ്. തീർച്ചയായിട്ടും പേടിപ്പിക്കുകയാണ്. ഇനി ആരും പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഇനി ആരും പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പേടിപ്പിക്കൽ. മനസ്സിലായേ? അതിനാണ് പേടിപ്പിക്കൽ. ഇനി ആരും പറയാതിരിക്കാൻ വേണ്ടിയാണ് പേടിപ്പിക്കുക. പക്ഷെ ഇതൊക്കെ പുറത്തു വരും. പറയാതിരിക്കണം, എവിടെ പോകും വരാതെ? യാഥാർത്ഥ്യങ്ങളിൽ ഓരോ ദിവസവും ഓരോ വാർത്തകളാണ് വരുന്നത്. ഒരുപാട് സങ്കടങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട് നടന്ന്. മറ്റൊരു കാര്യം, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇന്നിപ്പോൾ ഡൽഹിയിൽ വാർത്താ സമ്മേളനം നടത്തി പറയുന്നത്
കോൺഗ്രസ് മതേതരത്വം പറയുകയും ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടുകയുമാണ്. വയനാട്ടിലെയും നിലമ്പൂരിലെയും വിജയം കോൺഗ്രസിൻ്റെതല്ല, ജമാഅത്തെ ഇസ്ലാമിയുടേതെന്നാണ് BJPയുടെ ആരോപണം. ഇതൊക്കെ നമ്മൾ നേരത്തെ മറുപടി പറഞ്ഞ കാര്യങ്ങളാണ്, വീണ്ടും വിഷയാക്കി കൊണ്ടുവരണ്ട. BJP അവിടെ കിട്ടിയ വോട്ടൊന്ന് പരിശോധിച്ചാൽ BJP CPM-ഉമായിട്ട് ധാരണ ഉണ്ടാക്കി കോൺഗ്രസിൻ്റെ വോട്ട് UDF-ൻ്റെ വോട്ട് പിടിക്കാൻ പറ്റിയ ഒരു കാൻഡിഡേറ്റിനെ നിർത്തുകയും LDF-ന് വോട്ട് കൊടുക്കാൻ പറ്റിയ ഒരു കാൻഡിഡേറ്റിനെ നിർത്തുകയും ചെയ്തതാണ്. അവിടെ LDF-നെ സഹായിക്കാൻ വേണ്ടി, CPM-നെ സഹായിക്കാൻ വേണ്ടി എടുത്ത കാര്യമാണ്. രാജീവ് ചന്ദ്രശേഖർ കോൺഗ്രസിനെ മതേതരത്വം പഠിപ്പിക്കാൻ വരണ്ട, മനസ്സിലായി? അത് ഏത് പാർട്ടിയിലാണ് നിൽക്കുന്നതെന്ന് ആലോചിച്ചാൽ മതി. മതേതരത്വം, സോഷ്യലിസം എന്നുള്ള വാക്ക് ഭരണഘടനയിൽ നിന്ന് എടുത്തു കളയണം, ആമുഖത്തിൽ നിന്ന് എടുത്തു കളയണം എന്ന് പറയുന്ന RSS-ൻ്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ആൾ ഞങ്ങളെ മതേതരത്വം പഠിപ്പിക്കാൻ വരണ്ട. അത് അവരുടെ ആഭ്യന്തര പ്രശ്നം. പുകയോ നീറോ ആളിക്കത്തോ എന്ത് പണി ചെയ്തോട്ടെ, നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഒരു DGP-യെ വെച്ചു, ആ DGP പ്രവർത്തിക്കട്ടെ. ഇവിടെ കോൺഗ്രസിലെ ന്യൂജൻ ടീമെ ഗദ്ദർ ഉപേക്ഷിക്കുന്ന ഒരു പ്രശ്നമുള്ള കാര്യമാണോ? അതൊക്കെ അവരുടെ വസ്ത്രധാരണത്തിലൊന്നും ഒരു റെസ്ട്രിക്ഷൻ കൊടുക്കാറില്ല, സ്വാതന്ത്ര്യ സമരവും നടക്കുന്നതല്ല. അത് അന്നത്തെ കാലത്തിൽ ഒരു പ്രതീകമായിട്ടാണ് ഖദർ ധരിക്കുന്നത്. അത് ഖദർ ധരിക്കുന്ന ചെറുപ്പക്കാരുണ്ട്, ഖദർ ധരിക്കാത്തവരുണ്ട്. ഞങ്ങൾ വസ്ത്രധാരണത്തിലൊന്നും ഒരു റെസ്ട്രിക്ഷൻ കൊടുക്കില്ല, ഒരു നിർബന്ധം ഒന്നും കൊടുക്കില്ല. ഞാനും എല്ലാ തരത്തിലുള്ള വസ്ത്രം ഉപയോഗിക്കുന്ന ഒരാളാണ്, അതിലൊന്നും ഞങ്ങൾ ഒരു റെസ്ട്രിക്ഷൻ ചെറുപ്പക്കാർക്ക് കൊടുക്കില്ല. അവർ ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. അതുപോലെ ഇന്ന് രാവിലെ തന്നെ ഹാരിസ് ചിറക്കലിൻ്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. അതായത് സംസ്ഥാന സർക്കാരിനെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ആരോഗ്യവകുപ്പിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല, നിലവിലുള്ള ചെറിയ പ്രശ്നങ്ങൾ ഇത്തരത്തിൽ ബോധ്യപ്പെടുത്തുക മാത്രമാണ് ഉണ്ടായത്, ഇക്കാര്യത്തിൽ വലിയൊരു വിവാദം ആവശ്യമില്ല എന്നുള്ള തരത്തിലുള്ള ഒരു പ്രതികരണം ഇന്ന് ഹാരിസ് ചിറക്കലിൻ്റെ ഭാഗത്തു നിന്ന്. അല്ല, അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ എന്തിനാണ് മുഖ്യമന്ത്രിയും MP ഗോവിന്ദനും അദ്ദേഹത്തെ പേടിപ്പിക്കാൻ പോണ്? അങ്ങനെ സർക്കാരിനെതിരായിട്ടല്ല പറഞ്ഞത്, അദ്ദേഹം അവിടുത്തെ ഒരു വിഷയം പറഞ്ഞതാണ്. ആണെങ്കിൽ പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രിയും MP ഗോവിന്ദനും ആ ഡോക്ടർ ഹാരിസിനെ പേടിപ്പിക്കാൻ പോണ്? വരട്ടുന്ന എന്തിനാ? അതാണ് എൻ്റെ മറുപടി. ED സതീശൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഇടതുപക്ഷ സഹയാത്രികർക്ക് പോലും ഈ പ്രതിസന്ധികൾ തുറന്നു പറയേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ സംസ്ഥാനത്തെ ആരോഗ്യരംഗം എത്തിയിരിക്കുന്നത്. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്നുള്ള പരാമർശം ആവർത്തിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ.